21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാനാപകടത്തിന് 5 വയസ്സ്. അപകടത്തോടെ നിർത്തിവെച്ച വലിയ വിമാന സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. റൺവേ സേഫ്റ്റി ഏരിയയുടെ വലിപ്പം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. കോവിഡ് കാലത്ത് വിദേശത്തുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 2020 ഓഗസ്റ്റ് 7 ദുബൈയിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്തിയതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 1344. വൈകിട്ട് 7:40 ലാൻഡിംഗ് പിഴച്ച് വിമാനം തകർന്ന് 2 കഷ്ണമായി മാറി. $165 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിലെ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേർ മരണപ്പെട്ടു. 110 പേർക്ക് പരിക്കേറ്റു. കോവിഡിന്റെ സാമൂഹ്യ അകലങ്ങളെ വകഞ്ഞുമാറ്റിയ രക്ഷാപ്രവർത്തനം നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചു. ആദ്യത്തെ ആളെ ഞങ്ങൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഷോക്ക്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. വിട്ട് എത്ര ശ്രമിച്ചിട്ടും ഷോക്കുണ്ട്. പിടിച്ച് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റണില്ല. പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇലക്ട്രിക് ഷോക്ക് പോയത്. ആ സമയത്ത് കിട്ടുന്ന വാഹനങ്ങൾ, അതായത് ഈ നാട്ടിലെ ആളുകൾ അവരവർ സഹകരണം, പിന്നെ ഓരോ വീട്ടിലുള്ള വാഹനങ്ങൾ കൊണ്ട് ഓടിയെത്തി, ബൈക്കായിട്ടും ജീപ്പായിട്ടും കാറായിട്ടും കിട്ടുന്ന വാഹനങ്ങളായിട്ട് ഓടിയെത്തി അങ്ങനെ ആ രക്ഷാപ്രവർത്തനം നടത്തിയത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ ലാൻഡിംഗ് ചെയ്തത് അപകടത്തിലേക്ക് നയിച്ചുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരം നൽകി. അപകടത്തെ അതിജീവിച്ചവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ വിമാനാപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. റൺവേ സേഫ്റ്റി ഏരിയ റസയുടെ വലുപ്പം കൂട്ടണമെന്നായിരുന്നു കേന്ദ്ര മാനദണ്ഡം. ഏറെ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം റസയുടെ വീതി കൂട്ടൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇതുവരെ 21.87% മാത്രമേ നിർമ്മാണമായിട്ടുള്ളൂ. ഓരോ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ് നയം മാറ്റുകയാണ്. ആദ്യം പറഞ്ഞു ഈ വിമാന ദുരന്തമാണ്, ടേബിൾ ടോപ്പാണ്, വൈറ്റ് ബോഡി ഓപ്പറേഷൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു എയർപോർട്ടിനോട് സ്ഥിരമായി നിരന്തരമായി കാണിക്കുന്ന ഈ കേന്ദ്രത്തിൻ്റെ അവഗണന അത് അവസാനിപ്പിക്കണം. പൊതുമേഖലയിലുള്ള ഒരു എയർപോർട്ട് അതോറിറ്റി എന്ന നിലക്ക് അതേ നിലനിർത്താൻ, അതിനെ തളർത്താതിരിക്കാൻ ശ്രമിക്കണം. റസനിർമ്മാണം പൂർത്തിയായാലേ വലിയ വിമാനം ഇറങ്ങാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കൂ. വിമാനാപകടത്തെ അതിജീവിച്ചവർ ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വന്ന് തുടങ്ങുന്നുണ്ട്. എന്നാൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോഴും പഴയ സ്ഥിതിയിലേക്ക് ആയിട്ടില്ല. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.